എന്താടോ? നമ്മളൊരു വലിയ ടോക്കിലെ കുടുങ്ങി കിടക്കണേ. എന്താ? നമ്മുടെ ഈ ശ്യാമില്ലേ, അവന് TB പോസിറ്റീവായി. എനിക്ക് എന്റെ കൈക്കും കാലും വരച്ചിട്ട് പാടില്ല ഷീബേ. എന്തിന്? ഷീബേച്ചി, നിങ്ങളൊരു കാര്യം ചെയ്യും, അവനോട് ലോങ് ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ പറയേ. അതാ ഞാൻ പറയാൻ വന്നത്. എത്ര മാസത്തേക്ക്? അത് മാറുന്നവരെ ലീവ് എടുത്തോട്ടെ. എടാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും വട്ടാണോ? ഒരാൾക്ക് TB പോസിറ്റീവ് ആണെന്ന് കരുതി അയാളെ കൂട്ടത്തിന് പുറത്താക്കുകയാണോ വേണ്ടത്? പിന്നല്ലാതെ അവന്റെ കൂടെ നമുക്ക് TB പകർന്നാലോ? അങ്ങനെ വരാതിരിക്കാൻ അവനും നമ്മളും ഒരേപോലെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ഈ പറഞ്ഞ പോലെയാണെങ്കിൽ ലോകത്ത് ഒരു TB പേഷ്യന്റിനെയും വീട്ടിൽ കയറ്റാൻ പറ്റില്ലല്ലോ. അങ്ങനെയല്ല ഷീബേച്ചി. ഷൈനി, നിനക്കറിയോ, ഒരു പക്ഷെ നിന്റെയും എന്റെയും ഈ സ്വപ്നയുടെക്കുള്ളിൽ എപ്പോഴെങ്കിലും TB അണുക്കൾ കയറിക്കൂടിയിട്ടുണ്ടാകും. അതിപ്പോൾ തലപ്പൊക്കാതിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ടാണ്. അത് കുറയുമ്പോൾ ചിലപ്പോൾ നമുക്കും TB വരാം. ഷുഗർ ഉള്ളവർക്ക് TB വരുമോ? ഷുഗർ ഉള്ളവർക്കും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർക്കും ഈ അസുഖം വരാൻ സാധ്യത കൂടുതലാണ്. എന്താ, നിനക്ക് ഷുഗർ ഉണ്ടോ? ചുമയല്ലേ ഇതിന്റെ ലക്ഷണം? ചുമ മാത്രമൊന്നുമല്ല, ശ്വസിക്കുമ്പോഴുള്ള നെഞ്ചുവേദനയും ചുമച്ചു തുപ്പുമ്പോൾ കഫത്തിൽ രക്തം വരുന്നതും രാത്രികാലങ്ങളിലെ വിയർപ്പും വിശപ്പില്ലായ്മയും ഭക്ഷണത്തോടുള്ള താല്പര്യക്കുറവും നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഭാരക്കുറവും ക്ഷീണവും വിട്ടുമാറാത്ത പനിയും ജോയിന്റ് പെയിനും ശ്വാസതടസ്സവും എല്ലാം TBയുടെ ലക്ഷണങ്ങളായി കാണണം. അപ്പൊ രാത്രിയിലുള്ള പനിയോ? രാത്രിയിലുള്ള പനിയും TBയുടെ ലക്ഷണങ്ങളിൽ ഒന്നാ. ഈശ്വരാ, എന്നെ കാത്തോളണേ. ശ്യാമേ, എന്തു പറ്റി? പോസിറ്റീവായല്ലേ? താൻ വിഷമിക്കേണ്ട, ഒരു പേടിയും വേണ്ട. ഡോക്ടേഴ്സ് പറയുന്ന പോലെ മുടങ്ങാതെ മരുന്ന് കഴിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക. പിന്നെ വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോഴും അസുഖം മാറുന്നവരെ ഈ മാസ്ക് ധരിക്കുക. നമ്മുടെ അസുഖം മറ്റൊരാൾക്ക് വരാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്നാ പിടിക്ക്, വെക്ക്. ഇനി ശ്യാമിൻ്റെ അസുഖം മാറുന്നവരെ നമ്മൾ 4 പേരും ഈ ഓഫീസിൽ മാസ്ക് ധരിക്കും.